പല വിദ്യാലയങ്ങളിൽ ഇപ്പോൾ അയൺ ടാബ്ലറ്റ് വിതരണം ചെയ്യുന്ന സമയമാണ്. പക്ഷേ അമിതമായി അയൺ ഗുളികകൾ കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്നൊരു സംഭവമാണ് കൊല്ലം മൈനാഗപ്പള്ളിയിൽ നിന്ന് വിനാദേഷ് ഷെരീഫ് ഹൈസ്കൂളിലെ കുട്ടികൾക്കാണ് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായത്. 6 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യവകുപ്പിൽ നിന്ന് നൽകിയ ഗുളികകൾ കുട്ടികൾ മത്സരിച്ച് കഴിക്കുകയായിരുന്നു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. കുട്ടികളുടെ നില തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് ആരോഗ്യവകുപ്പിൽ നിന്ന് അയൺ ഗുളികകൾ നൽകിയിരുന്നു. ഈ ഗുളികകൾ ഒരുമിച്ച് കഴിച്ച ഒരു മത്സരം ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതായത് അയൺ ടാബ്ലറ്റ് ചലഞ്ച് എന്നുള്ള രീതിയിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഗുളികകൾ കഴിക്കുന്നത് ആരാണ് എന്നുള്ള ഒരു മത്സരം കുട്ടികൾ തമ്മിൽ നടത്തി. ഒരാൾ 15 ഗുളിക കഴിച്ചു, ഒരാൾ 5 ഗുളിക കഴിച്ചു. അങ്ങനെ പലതരത്തിലുള്ള എണ്ണത്തിലാണ് ഗുളികകൾ കഴിച്ചത്. ഉച്ചയോടുകൂടി കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, വയറ്റിൽ വേദനയുണ്ടായി, തളർന്നു വീഴുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ കുട്ടികളെ നേരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അതിൽ 4 കുട്ടികളെ ശാസ്താംകോട്ടയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവരുടെ വയറടക്കം കഴുകി അവിടെ ചികിത്സ നൽകി. 2 കുട്ടികളെ ഞാനിപ്പോൾ നിൽക്കുന്ന ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. അവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. അവരിപ്പോൾ മെഡിക്കൽ ICUവിലാണ്, നിരീക്ഷണത്തിലാണ്. 12:30 മണിക്ക് നമ്മളെ വിളിച്ചപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികൾ അവിടെ ഇല്ല, ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു, താലൂക്ക് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ മൊത്തം 6 കുട്ടികൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഡോക്ടർമാർ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ 2 കുട്ടികളെ ഞാൻ റെഫർ ചെയ്യുകയാണ്, കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ തിരക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഒരു കുട്ടി 15 ഗുളിക കഴിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടികൾ. ഒരു കുട്ടി 5 ഗുളിക കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ബുദ്ധിമുട്ട്, ഛർദിലും വൊമിറ്റിങ് വരികയും ചെയ്ത അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇങ്ങോട്ട് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഗുളികകളൊക്കെ തന്നെ നൽകുന്ന സമയത്ത് സ്വാഭാവികമായും രക്ഷിതാക്കളോട് സ്കൂളിൽ നിന്നുള്ള ആൾക്കാർ, അധ്യാപകർ അറിയിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ സ്കൂളിലെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തന്നെ വിവരങ്ങൾ പറയുന്നതാണ്. എന്നാൽ അങ്ങനെ ഒരു നിർദ്ദേശം ഈ കുട്ടികൾക്ക് ഗുളിക നൽകുന്ന സമയത്ത് രക്ഷിതാക്കളുടെ മേലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇക്കാര്യം നമ്മളെ അറിയിച്ചിട്ടില്ല, ഗുളിക വിതരണം ചെയ്യുന്നത് നമ്മളെ അറിയിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പോരായ്മ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്നലെ അവധിയായിരുന്നു, ഇത് ശനിയാഴ്ച കൊടുക്കേണ്ടതാണ്. അപ്പം ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അല്ലെങ്കിൽ നേരത്തെ ശനിയാഴ്ച സ്കൂളിലെങ്കിൽ ഈ ഗുളികൾ എത്തിയപ്പോൾ തന്നെ അല്ലെങ്കിൽ പേരൻസിനൊരു അറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ നമ്മളെ വിളിച്ച് പറയണ്ട, നമുക്ക് മെസ്സേജ് പാസ് ചെയ്താൽ മതിയായിരുന്നു. ഇത്തരത്തിൽ ഗുളികകൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സമയത്ത് അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല രക്ഷിതാക്കളെ ഇക്കാര്യം നേരത്തെ അറിയിക്കേണ്ടതാണ്. അറിയിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. ക്യാമറമാൻ ഷനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.